പശ്മിന വിടർത്തിയിട്ട ജീവിത കാഴ്ചകൾ. യാത്രകളുടെ ഇടവേളകളിൽ പുസ്തകങ്ങളിലേക്ക് ചെല്ലാറുണ്ട്. ചരിത്ര പുസ്തകങ്ങളോ ബിസിനസ് മേഖലകളുമായി ബന്ധപ്പെട്ടതോ എന്നെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികളുടെ ആത്മകഥകളോ ആവാം. അങ്ങനെ ഒരു വായനയിലാണ് ചിന്തകനും സൂഫിയുമായ ജലാലുദ്ദീൻ റൂമിയുടെ മനോഹരമായ ഒരു വാക്യം വന്ന് ആഴത്തിൽ തൊട്ടത്. നാം തേടുന്നതെന്തോ അത് നമ്മളെയും തേടുന്നു. എന്റെ ജീവിതവുമായും യാത്രകളുമായും ഈ വാക്യം ചേർന്നു നിൽക്കുന്നു എന്നെനിക്ക് തോന്നാറുണ്ട്. പല രാജ്യങ്ങളിലേക്കുള്ള ബിസിനസ് സംബന്ധമായ യാത്രകളിൽ എനിക്കിത് അനുഭവപ്പെട്ടിട്ടുമുണ്ട്. കലയും സംസ്കാരവും സമന്വയിക്കുന്ന കരകൗശല വസ്തുക്കൾ തേടിയുള്ള ഓരോ യാത്രകളിലും ആവശ്യമുള്ള സ്ഥലത്തേക്ക് എന്നെ എത്തിക്കുന്ന വ്യക്തികളോ സംഭവങ്ങളോ യാത്രയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്റെ വഴിയിലേക്ക് ഞാൻ അറിയാതെ വന്നു നിൽക്കും. അത്രയും ആഗ്രഹത്തോടെയും അഭിനിവേശത്തോടെയും ഞാൻ തേടുന്നവ മഹാനായ റൂമി പറഞ്ഞതുപോലെ എന്നെയും തിരിച്ചു തേടുന്നുണ്ടാവണം. അങ്ങനെ ഒരു യാത്രയാണ് യാദവ് മിശ്രയിലേക്കും അതുവഴി നേപ്പാളിലേക്കും എത്തിച്ചത്. 2003 അവസാനം ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് ട്രേഡ് ഫെയർ എക്സിബിഷനിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു. ഗിഫ്റ്റും ആർട്ടും സുവനീറും ഫാഷൻ ജ്വല്ലറികളും ആർട്ട് ജ്വല്ലറികളും വസ്ത്രങ്ങളും നിറയുന്ന വലിയ വിശാലമായ ലോകമാണ് എക്സിബിഷൻ. ഓരോന്നും നേരിട്ട് കണ്ടും തൊട്ടും അറിഞ്ഞും മനസ്സിലാക്കി വാങ്ങാമെന്നതാണ് എല്ലാവരെയും എക്സിബിഷനിലേക്ക് ആകർഷിക്കുന്ന ഘടകം. മാത്രമല്ല, സോഷ്യൽ മീഡിയ ഇത്രയും പ്രചാരമില്ലാതിരുന്ന ആ കാലത്ത് എല്ലാ മേഖലകളിലെയും പുതുപുത്തൻ ട്രെൻഡുകൾ മനസ്സിലാക്കാൻ അത്തരം എക്സിബിഷനുകളായിരുന്നു വഴി. ഫാഷൻ ജ്വല്ലറികളും വസ്ത്രങ്ങളും എങ്ങനെ ധരിക്കണമെന്നുള്ള ഫാഷൻ ഷോകൾ അവിടെ ഉണ്ടാകും. നമ്മൾ വാങ്ങുന്നവ ഏറ്റവും നന്നായി എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നതാണല്ലോ പ്രധാനം. ഇന്ന് പക്ഷേ നമ്മുടെ മുന്നിലേക്ക് എല്ലാം വന്നു നിൽക്കും. സോഷ്യൽ മീഡിയകൾ അത്രമേൽ വളർന്നു കഴിഞ്ഞു. ഓരോ ആളുകൾക്കും സ്വയം ആഗോള മാർക്കറ്റ് കണ്ടെത്താനാവുന്ന വിധം. ഫ്രാങ്ക്ഫർട്ട് ട്രേഡ് ഫെയർ എക്സിബിഷൻ നടന്നാൽ തീരാത്ത അത്രയും വലുതെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ആളുകൾ അവിടെ സ്റ്റോൾ ഇടുന്നു. എക്സിബിഷന്റെ അകത്ത് കയറി നമുക്കാവശ്യമുള്ള കൗണ്ടറുകൾ കണ്ടെത്താൻ തന്നെ ഒരുപാട് സമയമെടുക്കും. മാപ്പ് നോക്കി നമുക്കാവശ്യമുള്ള സ്ഥലത്തേക്ക് എത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്കാവശ്യമുള്ള സാധനങ്ങൾ ഉള്ളിടത്തെത്തിയാൽ മാത്രം പോരാ, അവിടെ വരുന്നവരുമായുള്ള ഇടപഴകലുകൾക്കും ബിസിനസ് ഡീലുകൾക്കും വ്യക്തിബന്ധവും വിശ്വാസവും ഉണ്ടാവൽ അനിവാര്യതയാണ്. അതിന് നമ്മുടെ ബിസിനസ് രീതികൾ, സാമ്പത്തിക കഴിവ്, പർച്ചേസിംഗ് കപ്പാസിറ്റി, എക്സ്പീരിയൻസ്, അറിവും ധാരണയും എല്ലാം അവിടെ എക്സിബിറ്റ് ചെയ്യുന്നവർക്ക് ബോധ്യമാവണം. എങ്കിൽ മാത്രമേ അവരുമായി മുന്നോട്ടും കച്ചവടം നടത്താൻ സാധിക്കുകയുള്ളൂ. കാരണം നമ്മുടെ ബിസിനസ്സിന് അവിടെ കണ്ടിഷ്ടപ്പെട്ട് നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റുകൾ തുടർന്നും ലഭിക്കണമല്ലോ. എക്സിബിഷൻ തുടങ്ങുന്നതിന്റെ തലേ ദിവസം രാത്രി 11:30-ക്കാണ് ജർമ്മനിയിലെത്തുന്നത്. ദുബായിലെ ജർമ്മൻ കോൺസുലേറ്റ് വഴി എക്സിബിഷൻ ഓർഗനൈസേഴ്സ് തന്നെയാണ് എന്നെ അവിടെ കൊണ്ടുപോയത്. ഇന്ത്യക്കാരനാണെങ്കിലും UAE-യിലെ ഗസ്റ്റായിട്ടായിരുന്നു ഞാൻ അവിടെ എത്തിയത്. ദുബായിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ടിലേക്കുള്ള നീണ്ട ഫ്ലൈറ്റ് യാത്ര വിരസമായിരുന്നു. ചെലവ് കുറഞ്ഞ ടിക്കറ്റ് എടുത്തത് കാരണം ട്രാൻസിറ്റ് ഉള്ളതിനാൽ പുറപ്പെട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഫ്രാങ്ക്ഫർട്ടിൽ ചെന്നിറങ്ങിയത്. എക്സിബിഷൻ ഓർഗനൈസേഴ്സ് തന്നെയാണ് ഹോട്ടൽ ബുക്ക് ചെയ്തത്. യാത്രാ ചെലവ് സ്വയം വഹിക്കണം. എന്തായാലും ഹോട്ടൽ മുറിയിലെത്തി പ്രാഥമിക കർമ്മങ്ങൾ ചെയ്ത് കുളിച്ചു പുറത്തിറങ്ങി. ഒരു ടാക്സി എടുത്ത് എക്സിബിഷന്റെ പരിസരത്തൊന്ന് കറങ്ങാൻ തീരുമാനിച്ചു. എങ്കിലേ അടുത്ത ദിവസം അവിടെ എത്തുമ്പോൾ എക്സിബിഷൻ മാർക്കറ്റിന്റെ ഗേറ്റുകളും വഴികളും ഒക്കെ പെട്ടെന്ന് മനസ്സിലാവുകയുള്ളൂ. പുറത്തിറങ്ങിയപ്പോൾ എങ്ങും നിറയെ പോലീസ് ബന്ദോബസ്തും ഗതാഗത നിയന്ത്രണവും. അന്വേഷിച്ചപ്പോഴാണ് കാരണം മനസ്സിലായത്. അഫ്ഗാനികളായ ഒരുപാട് ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് പലതരം കച്ചവടങ്ങൾ ചെയ്ത് ജീവിക്കുന്ന സ്ഥലമാണ് ജർമ്മനി. 2 ദിവസം മുമ്പേ സംശയാസ്പദമായ 2 അഫ്ഗാനികളെ എക്സിബിഷൻ പരിസരത്തു നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു. അതിനാലാണ് ഇത്രയും സെക്യൂരിറ്റി ഏർപ്പെടുത്തിയത്. ടാക്സിയിൽ പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അവിടെ വാടകയ്ക്ക് ലഭിക്കുന്ന സൈക്കിളിൽ പോകാൻ തീരുമാനിച്ചു. ടാക്സിയാണെങ്കിൽ പാസ്പോർട്ട് കൈവശം വേണമെന്നില്ല. പക്ഷേ സൈക്കിളിലാവുമ്പോൾ പാസ്പോർട്ട് കയ്യിൽ ഉണ്ടാവുന്നതാണ് നല്ലത്. ചിലപ്പോൾ അധികൃതർ ചോദിക്കുമ്പോൾ കാണിക്കേണ്ടി വരും. അങ്ങനെ വീണ്ടും മുറിയിലേക്ക് ചെന്ന് പാസ്പോർട്ട് എടുത്ത് തിരിച്ചിറങ്ങി. ചെറുപ്പത്തിൽ തലശ്ശേരിയിൽ ഹെർമൻ ഗുണ്ടട്ട് പ്രതിമയുടെ മുന്നിലൂടെ സൈക്കിൾ ചവിട്ടി നടന്ന ഓർമ്മകളുമായി അതേ ഹെർമൻ ഗുണ്ടട്ടിന്റെ ജന്മനാട്ടിലെ വഴികളിലൂടെ എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് വാടക സൈക്കിൾ ചവിട്ടി. ജീവിതം എത്രമേൽ സുന്ദരവും വിചിത്രവുമാണല്ലേ. ഭൂതവും വർത്തമാനവും പല വഴികളിലൂടെ പരസ്പരം നമ്മുടെ മുന്നിൽ വന്ന് ചേർന്നു നിൽക്കുന്നു.
എക്സിബിഷന്റെ പ്രവേശന കവാടത്തിൽ സൈക്കിളിൽ ചെന്നിറങ്ങിയ എന്റെ അടുത്തേക്ക് അവിടെ നിന്നിരുന്ന ഒരു പോലീസുകാരി വന്നു. ഞാൻ പാസ്പോർട്ട് കാണിച്ച് എന്തിനാണ് അവിടെ വന്നത് എന്ന് പറഞ്ഞു. ആ പോലീസുകാരി എന്നോട് വളരെ അനുഭാവപൂർവ്വം പെരുമാറുകയും അവരുടെ വാഹനത്തിൽ കൊണ്ടുപോയി എക്സിബിഷന്റെ അകവും ചുറ്റുഭാഗവും കാണിച്ചു തരികയും ചെയ്തു. ആ സമയത്തിനുള്ളിൽ ഞങ്ങൾ പല കാര്യങ്ങൾ സംസാരിക്കുകയും ഞങ്ങൾ തമ്മിൽ നല്ലൊരു സൗഹൃദമുണ്ടാവുകയും ചെയ്തു. എന്നെ തിരിച്ച് സൈക്കിൾ വച്ചിടത്തേക്ക് തന്നെ കൊണ്ടുവന്ന് വിട്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കൂ എന്ന് പറഞ്ഞ് ഫോൺ നമ്പർ തരികയും ചെയ്തു. അവരോട് നന്ദിയും യാത്രയും പറഞ്ഞു. തിരിച്ചു പോകും വഴി ഭക്ഷണവും കഴിച്ചിട്ടാണ് ഹോട്ടൽ മുറിയിലേക്ക് കയറിയത്. നീണ്ട യാത്രയുടെ ക്ഷീണം കൊണ്ടാവാം കിടന്ന് വളരെ പെട്ടെന്ന് തന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റൊരുങ്ങി. 5:30 മണിയായപ്പോഴേക്കും താഴെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. 6 മണിക്ക് ബസ് വന്നു. 8 മണിക്കാണ് എക്സിബിഷൻ ഉദ്ഘാടനം. എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തെത്തി. ആദ്യം തന്നെ അകത്തേക്കുള്ള വഴികളും സ്റ്റോളുകളുമെല്ലാം അടയാളപ്പെടുത്തിയ മാപ്പ്, എക്സിബിഷനിൽ പങ്കെടുക്കുന്നവരുടെയും എക്സിബിറ്റേഴ്സിന്റെയും വിവരങ്ങളടങ്ങിയ കാറ്റലോഗ് എന്നിവ പൈസ കൊടുത്ത് വാങ്ങി. പാസ് കാണിച്ച് എക്സിബിഷന്റെ ഉള്ളിൽ കയറിയാൽ തന്നെയും ഉദ്ഘാടന വേദിയിലേക്കെത്താൻ കടമ്പകളേറെയുണ്ട്. ഞാൻ എല്ലാ നൂലാമാലകളും തീർത്ത് എക്സിബിഷന്റെ അകത്ത് കയറി. സെമിനാറുകൾ, പ്രോഡക്റ്റ് ലോഞ്ചുകൾ തുടങ്ങി അവിടെ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. നമുക്ക് വേണ്ട സ്റ്റോളുകളിൽ നമുക്ക് പോകാം, പരിപാടികൾ ശ്രമിക്കാം, സാധനങ്ങൾ മേടിക്കാം. എല്ലാത്തിനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. എക്സിബിഷന്റെ അവസാന ദിവസമായ 3-ാം ദിവസമാണ് ഞാൻ ഫാഷൻ ഷോയുടെ അടുത്തെത്തിയത്. അവിടെ ആകർഷണീയങ്ങളായ കാശ്മീരി പശ്മിന ഷാളുകൾ വിൽക്കുന്നുണ്ട്. എന്നെ ആ എക്സിബിഷനിൽ എത്തിച്ചതിന്റെ പ്രധാന ആകർഷണം ഈ ഷോളുകളാണ്. പരുത്തിയിൽ നിന്നുണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന പശ്മിന എന്ന പേർഷ്യൻ വാക്കിനാൽ അറിയപ്പെടുന്ന ഈ ഷോളുകൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. ദുബായിൽ ഫാക്കി ഗ്രൂപ്പിന്റെ ഔട്ട്ലെറ്റായ ഗിഫ്റ്റ് വേൾഡിൽ പശ്മിന ഷോളുകൾ വിൽക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നും എത്തിക്കുന്നത് കാശ്മീരികളും ജലന്ധറിൽ നിന്നും പഞ്ചാബികളുമാണ്. അവരിൽ നിന്ന് ഷോളുകളുടെ കൂടുതൽ നിറങ്ങളും വെറൈറ്റികളും ലഭിക്കാത്തതും കൊണ്ടുതരുന്നവരുടെ കൃത്യമല്ലാത്ത ഇടപാടുകളും കാരണമാണ് പശ്മിനയുടെ പുതിയ ട്രെൻഡുകളും ഫാഷനുകളും മനസ്സിലാക്കാനും കൂടുതൽ അറിയുന്നതിനും വേണ്ടി ഞാൻ എക്സിബിഷനിലേക്ക് വരുന്നത്. ഫാഷൻ ഷോയിൽ സുന്ദരികളും സുന്ദരന്മാരുമായ മോഡലുകൾ ഷോളുകൾ ധരിച്ചതിന്റെ ഡെമോ കാണിക്കുന്നു. ഇറ്റാലിയൻ സെലിബ്രിറ്റികളെ വളരെ വ്യത്യസ്തമായ രീതികളിൽ ഷോൾ അണിയിച്ച് വലിയ ഫാഷൻ ബ്രാൻഡ് കമ്പനികൾ പശ്മിന ഷാളുകളുടെ പുതിയ ഡിസൈനുകൾ ലോഞ്ച് ചെയ്യുന്നു. ഇന്റർനാഷണൽ മീഡിയകൾ അത് വാർത്തയാക്കി ഫാഷൻ ലോകത്തിന് നൽകാൻ ക്യാമറ കണ്ണുകളും തുറന്നു പിടിച്ചവിടെ നിൽക്കുന്നു. തേടിയ വള്ളി കാലിൽ ചുറ്റിയ സന്തോഷത്തോടെ ഞാൻ തിരക്കവഗണിച്ചിടിച്ചു കയറി ഒരുവിധം മുന്നിലെത്തി. എന്റെ കയ്യിലുള്ള ക്യാമറയിൽ ഡെമോ കാണിക്കുന്ന മോഡലുകളുടെയും ഫാഷൻ ഷോയുടെയും ഫോട്ടോകളെടുത്തു. അവരുമായി സംസാരിച്ചു. എന്റെ ആവശ്യം പശ്മിന എവിടെ നിന്നാണ് വരുന്നത്, ആരാണ് വിൽക്കുന്നത് എന്നൊക്കെ അറിയലാണല്ലോ. എനിക്കപ്പോൾ ഒരു കാര്യം മനസ്സിലായി. മെയ്ഡ് ഇൻ ഇന്ത്യ എന്നെഴുതിയ പശ്മിന ഷാളുകൾ വിൽക്കുന്നത് കൂടുതലും പഞ്ചാബികളും കാശ്മീരികളുമാണ്. പശ്മിനയുടെ സ്റ്റാളുകളിലൂടെ നടക്കുമ്പോഴാണ് ജർമ്മൻകാരന്റെ കൂടെ ഒരു ടീപ്പോയിൽ ഷോൾ വിൽക്കുന്ന ഭിന്നശേഷിക്കാരനായ ഒരാളെ കണ്ടത്. അയാൾ അവിടെ ചാരി നിൽക്കുകയാണ്. പല നിറങ്ങളിലും അളവുകളിലുമുള്ള ഷാളുകൾ അയാളുടെ പക്കലുണ്ട്. അയാളെ പരിചയപ്പെട്ടു. നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. ഓരോ ഷോളുകളും നിവർത്തി കാണിച്ചു തരുന്ന രീതി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അയാൾക്ക് ബിസിനസ്സിനോടുള്ള പാഷനും ബഹുമാനവും. ശരീരപ്രകൃതവും അവരുടെ ശരീരഭാഷയും വെച്ച് എനിക്ക് ആളുകളെ ഏതു രാജ്യക്കാരാണെന്ന് കണക്കുകൂട്ടാൻ സാധിക്കാറുണ്ട്. പലപ്പോഴും അത് തെറ്റാറുമില്ല. പക്ഷേ അയാൾ ഇന്ത്യക്കാരനാണോ മറ്റേതെങ്കിലും രാജ്യക്കാരനാണോ എന്നെനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഞാൻ പേര് ചോദിച്ചു. അയാൾ പറഞ്ഞു, യാദവ് മിശ്ര. ഏതു നാട്ടുകാരനാണ്? നേപ്പാൾ. നേപ്പാളിൽ നിന്നുള്ള നിങ്ങൾ എങ്ങനെ കാശ്മീരിൽ നിന്നുള്ള പശ്മിന ഷാളുമായി വന്നു? എന്റെ ആകാംക്ഷ ചോദ്യമായി തന്നെ പുറത്തു വന്നു. ഇതുണ്ടാക്കുന്നത് നേപ്പാളിൽ നിന്നാണ്. അവിടെ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത്. എന്റെ അത്ഭുതം വർദ്ധിച്ചു. യാദവ് തുടർന്നു പറഞ്ഞു, ഇതിന്റെ പേര് കാശ്മീർ പശ്മിന ഷോൾ എന്നാണെങ്കിലും ഇത് നേപ്പാളിലും ഉണ്ടാക്കുന്നുണ്ട്. 80% പശ്മിനയും 20% സിൽക്കും ചേർന്ന 80-20 പശ്മിന ഷോളും 50% പശ്മിനയും 50% സിൽക്കും ചേർന്ന 50-50 പശ്മിന ഷാളും 100% പശ്മിനയിൽ ഉണ്ടാക്കുന്ന ഷാളുമുണ്ട്. നേപ്പാളിൽ 100% പശ്മിനയിലാണ് ഷോൾ ഉണ്ടാക്കുന്നത്. -40 ഡിഗ്രി തണുപ്പുള്ള മലയിടുക്കുകളിലെ ചെമ്മരിയാടിന്റെ കഴുത്തിന്റെ അടിഭാഗത്തു നിന്നുള്ള രോമം കൊണ്ടുണ്ടാക്കുന്ന ഷോളുകളാണ് ക്വാളിറ്റിയിൽ ഏറ്റവും മികച്ചത്. ഇത് വളരെ മാർദ്ദവമുള്ളതും ചൂടുള്ളതുമാണ്. തണുപ്പിൽ നിന്ന് ഇത് നല്ല സംരക്ഷണം നൽകും. 100% പശ്മിനയിൽ ഉണ്ടാക്കുന്ന ഷോൾ
ഒരു കല്യാണ മോതിരത്തിന്റെ ഉള്ളിലൂടെ വലിച്ചെടുക്കാനാവും. ഇന്ന് ഫാഷൻ ഷോയിൽ കാണിച്ച ഇന്റർനാഷണൽ ബ്രാൻഡുകളിൽ പകുതിയിലധികവും നേപ്പാളിൽ നിന്നുണ്ടാക്കുന്ന പശ്മിന ഷോളുകളാണ്. അവയ്ക്കാണ് കൂടുതൽ ഡിമാൻഡുള്ളതും കൂടുതൽ ക്വാളിറ്റി ഉള്ളതും. സ്ത്രീകൾ കൈകൊണ്ടുണ്ടാക്കുന്നതാണവ. ഏറ്റവും നല്ല ടെസൽസ്, അതായത് ഷോളിന്റെ തൊങ്ങലുകൾ നേപ്പാളിൽ ഉണ്ടാക്കുന്നതാണ്. അതെനിക്ക് പുതിയ അറിവായിരുന്നു. ഞങ്ങൾ സംസാരിക്കുന്നത് കേട്ട് ഒരുപാട് ആളുകൾ അവിടെ കൂടി. പശ്മിന ഷോളിനെ പറ്റി കൂടെ നിൽക്കുന്നവരോട് വിശദീകരിച്ചു കൊടുക്കാൻ ഞാനും യാദവിനോടൊപ്പം ചേർന്നു. അന്ന് വൈകിട്ട് ആ ദിവസത്തെ എക്സിബിഷൻ അവസാനിച്ചപ്പോൾ ബാക്കി വന്ന എല്ലാ ഷോളുകളും ഞാൻ എടുത്തോളാമെന്ന് പറഞ്ഞു. കയ്യിൽ വേറെയും ഷോളുകൾ ഉണ്ടെങ്കിലും സ്റ്റോളിൽ ബാക്കി വന്നവ മാത്രമാണ് യാദവ് എനിക്ക് തന്നത്. അങ്ങനെ വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് ഞങ്ങൾ യാത്ര പറഞ്ഞു പിരിഞ്ഞു. മെറ്റൽ ജ്വല്ലറികൾ നോക്കാനും വാങ്ങാനും മറ്റുമായി പിന്നെയും കുറച്ചു ദിവസം ഞാൻ ജർമ്മനിയിൽ നിന്നു. ജർമ്മനിയിൽ നിന്ന് ദുബായിലേക്ക് മടങ്ങേണ്ട ദിവസം അവിടുത്തെ ഒരു ചർച്ചിന്റെ മുന്നിലെ തെരുവിൽ നിന്ന് വീണ്ടും യാദവിനെ കണ്ടുമുട്ടി. ജർമ്മൻകാരന്റെ കൂടെ തെരുവിൽ പശ്മിന ഷോൾ വിൽക്കുകയാണ് യാദവ്. ജർമ്മൻകാരന്റെ കൂടെ 10ലധികം ജോലിക്കാരുണ്ട്. അവർ ജനങ്ങൾ കൂടുന്ന ഇടങ്ങളിൽ നിന്ന് പശ്മിന ഷോളുകൾ വിൽക്കുന്നു. അവർക്ക് ഷോളുകൾ എത്തിച്ചു കൊടുക്കുന്നത് യാദവാണ്. ഓരോ രാജ്യത്തെയും ആളുകൾ കൂടുന്ന സ്ഥലത്ത് അവരെ ആകർഷിക്കുന്ന, ആ രാജ്യങ്ങളിലെ സ്റ്റൈലും ഡിസൈനും നിറങ്ങളുമൊക്കെയുള്ള അവിടങ്ങളിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഷോളുകളാണ് വിൽക്കുന്നത്. ഷോളുകളുടെ വ്യത്യസ്തങ്ങളായ ഒരുപാട് കളക്ഷനുകൾ യാദവിന്റെ കയ്യിൽ ഇനിയും ഉണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് ഞങ്ങൾ പിന്നെയും ഒരുപാട് സംസാരിച്ചു. യാദവ് എന്നെപ്പറ്റി കൂടുതൽ ചോദിച്ചു, കമ്പനിയെപ്പറ്റി ചോദിച്ചു. ഫാക്കി ഗ്രൂപ്പ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നടത്തുന്ന സംരംഭങ്ങളെപ്പറ്റി കൂടുതൽ അറിഞ്ഞപ്പോൾ തന്റെ കൂടെ നേപ്പാളിൽ വരണമെന്ന് യാദവ് നിർബന്ധിച്ചു. നേപ്പാളിൽ വന്ന് അവരുടെ പശ്മിന ഷോളുകൾക്കും മറ്റ് ഹാൻഡിക്രാഫ്റ്റുകൾക്കും നല്ല മാർക്കറ്റ് ഉണ്ടാക്കി തരണം. അത് ഭിന്നശേഷിക്കാരുടെ ഉന്നമനം കൂടിയാണ് എന്ന് യാദവ് പറഞ്ഞു. ഞാൻ വരാം, പക്ഷേ പശ്മിന ഷോളുകൾ മെയ്ഡ് ഇൻ നേപ്പാൾ എന്ന ടാഗിൽ തന്നെ ഉണ്ടാക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു. യാദവിനത് സന്തോഷവും സമ്മതവുമായിരുന്നു. ഞാൻ ജർമ്മനിയിലെത്തിയിട്ട് ഇന്നേക്ക് 7 ദിവസം കഴിഞ്ഞു. അതിനാൽ ദുബായിൽ പോയിട്ട് പിന്നീട് ഒരിക്കലാവാം നേപ്പാൾ യാത്ര എന്ന തീരുമാനത്തെ അംഗീകരിക്കാതെ പിടിച്ച പിടിയാലെ എന്നെ യാദവ് നേപ്പാളിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നതാണ് ശരി. ഞാനും അതിന് സമ്മതിച്ചു. അങ്ങനെ ദുബായിലേക്കുള്ള ടിക്കറ്റ് മാറ്റി യാദവിനൊപ്പം നേപ്പാളിലേക്കാക്കി. പെട്ടെന്നെടുക്കുന്ന അത്തരം ചില തീരുമാനങ്ങൾ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. എന്തായാലും ദുബായ് വഴി മാത്രമേ ഞങ്ങൾക്ക് നേപ്പാളിലേക്ക് പോകാനാകുമായിരുന്നുള്ളൂ. ദുബായ് എയർപോർട്ടിൽ ട്രാൻസിറ്റിൽ 8 മണിക്കൂർ ഹോൾട്ട് ചെയ്ത് പുറത്തിറങ്ങാതെ അവിടെ നിന്നും നേപ്പാളിലേക്കുള്ള ആ യാത്ര ഞങ്ങളെ തമ്മിൽ ഒരുപാട് അടുപ്പിച്ചു. അങ്ങനെയാണ് യാദവിന്റെ ജീവിതത്തെപ്പറ്റി ഞാൻ കൂടുതൽ അറിഞ്ഞത്. ജന്മനാ ഭിന്നശേഷിക്കാരനായിരുന്നില്ല യാദവ്. ഒരു ആക്സിഡന്റിൽ സംഭവിച്ചതാണ്. ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളായിരുന്നു. ഒരിക്കൽ എയർപോർട്ടിലേക്ക് പോകാൻ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ വൈകി. ഭാര്യയായിരുന്നു ഡ്രൈവ് ചെയ്തത്. പെട്ടെന്ന് എന്തോ എടുക്കാൻ കാറിന്റെ ഡാഷ്ബോർഡിലേക്ക് കൈയെത്തിച്ചതാണ് ഭാര്യ. വണ്ടിയുടെ നിയന്ത്രണം വിട്ടു. കാർ ഇടിച്ചു മറിഞ്ഞു. വലിയ ആക്സിഡന്റ്. ഒരു കുട്ടി മരണപ്പെട്ടു. എല്ലാവർക്കും പരിക്ക് പറ്റി. ചികിത്സകൾക്കൊടുവിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഒരു നിമിഷത്തെ അശ്രദ്ധയ്ക്ക് ജീവിതം തന്നെ വിലയായി കൊടുക്കേണ്ടി വന്നവർ. പക്ഷേ യാദവ് ജീവിതത്തെ വളരെ പോസിറ്റീവായി ഉൾക്കൊണ്ടയാളാണ്. അതാണ് അയാളെ എക്സിബിഷൻ എത്തിച്ചതും. നുറുങ്ങിയ കാലുകളിൽ യാദവ് തളർന്നിരുന്നില്ല. ഭിന്നശേഷിക്കാരായവർക്ക് തണലാവാൻ യാദവ് ഇറങ്ങി. ഇപ്പോൾ സ്പെഷ്യൽ പെർമിഷൻ എടുത്താണ് എക്സിബിഷന് വന്നത്. നേപ്പാളിലെ ഭിന്നശേഷിക്കാരുടെ പേപ്പർ ക്രാഫ്റ്റ് വിഭാഗം ഓർഗനൈസിംഗ് ചെയർമാനാണ് അദ്ദേഹം. എക്സ്പോർട്ട് കൗൺസിൽ മെമ്പർ, ഹാൻഡിക്രാഫ്റ്റ് കൗൺസിൽ മെമ്പർ, അങ്ങനെ സർക്കാർ തലത്തിലും അല്ലാതെയും നല്ല ബന്ധങ്ങളുള്ളയാൾ. വർഷങ്ങളായി രാജകുടുംബത്തിന്റെ കണക്കുകളും മറ്റും നോക്കുന്നത് യാദവിന്റെ കുടുംബക്കാരാണ്. കൂടാതെ നല്ല അറിവും ലോകവിവരവും കൈമുതലായുണ്ട്. അപകടം തളർത്താത്ത ആ പോരാളിയോട് വളരെ ബഹുമാനം തോന്നി. അങ്ങനെ മലകളും നദികളും ചന്തം കൂട്ടുന്ന, പുണ്യസ്ഥലങ്ങളും അമ്പലങ്ങളും അലങ്കാരം ചേർക്കുന്ന, ചരിത്രങ്ങൾ ഉറങ്ങുന്ന നേപ്പാളിന്റെ മണ്ണിൽ, ഗൂർഖകളുടെ നാട്ടിൽ 2003 ആണ്ടിന്റെ അവസാന മാസങ്ങളിലൊന്നിൽ യാദവിനൊപ്പം ചെന്നിറങ്ങി. നേപ്പാളിൽ യാദവിന്റെ ഉയർന്ന തലത്തിലുള്ള ബന്ധങ്ങൾ കാരണം കാര്യങ്ങൾ എളുപ്പമായിരുന്നു. ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും സഹായത്താൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിച്ചു. നേപ്പാളിലെത്തി 2-ാം ദിവസം മുതൽ തന്നെ പശ്മിന ഷോളുകൾ ദുബായിക്ക് കൊറിയർ അയക്കാൻ തുടങ്ങിയിരുന്നു. രാവിലെ അയച്ച പാഴ്സലുകൾ വൈകിട്ട് തന്നെ ദുബായിലെ ഫാക്കി ഗ്രൂപ്പിന്റെ ഔട്ട്ലെറ്റിലെത്തി. പുതിയ ഡിസൈനിലുള്ള ഷോളുകൾ കടയിലെത്തിയപ്പോൾ കടയിലെ തൊഴിലാളികൾക്കും വലിയ ആവേശമായി. പിന്നെ ഞാൻ അവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്
പഴയ പേപ്പർ ഉപയോഗിച്ച് പേപ്പർ പൾപ്പുകളാക്കി കാർഡുണ്ടാക്കുന്ന യൂണിറ്റുകളിലായിരുന്നു. അവിടെ എനിക്കൊരു കാര്യം മനസ്സിലായി. പേപ്പർ പൾപ്പ് ഉണ്ടാക്കുന്ന യൂണിറ്റുകൾ അവിടെ ഉണ്ടെങ്കിലും വേണ്ടത്ര സൗകര്യങ്ങളില്ല. ഉള്ള സൗകര്യം വെച്ച് പേപ്പർ പൾപ്പ് കൊണ്ട് ഹാൻഡിക്രാഫ്റ്റുകൾ ഉണ്ടാക്കിയാലും അവർക്ക് മാർക്കറ്റ് കണ്ടെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ $8000 ചെലവാക്കി നേപ്പാളിലെ ആദ്യത്തെ യൂണിറ്റ് ഉണ്ടാക്കി. അവിടുത്തെ ജോലിക്കാർ ഭിന്നശേഷിക്കാരായിരുന്നു. ക്രിസ്മസ് കാർഡ് അവരെ കൊണ്ട് ഉണ്ടാക്കിച്ചു. നൂൽ വേസ്റ്റ്, പുല്ല്, പഴയ പേപ്പർ പൾപ്പ് ഒക്കെ കൊണ്ട് ക്രിബ് സെറ്റ്, അതായത് പുൽക്കൂട് സെറ്റ് ഉണ്ടാക്കി. എനിക്ക് ബന്ധങ്ങളുള്ള പല രാജ്യങ്ങളിൽ അവയ്ക്ക് മാർക്കറ്റ് ഉണ്ടാക്കി കൊടുത്തു. 12 പീസുകളുള്ള ഒരു പാക്കറ്റിന് €6 എന്ന നിരക്കിൽ 100 പാക്കറ്റുകൾ വീതം പലയിടങ്ങളിൽ കാർഡുകൾ വാങ്ങാൻ ആളുകൾ ഉണ്ടായി. €5 യൂണിറ്റിലെ ജോലിക്കാർക്ക് കൊടുക്കുകയും €1 മാത്രം ഞാൻ എടുക്കുകയും ചെയ്തു. അങ്ങനെ അത് വലിയ കൂട്ടായ്മയായി. ക്രിസ്മസ് കൂടാതെ മദർ ഡേ, ഫാദർ ഡേ തുടങ്ങിയ യൂറോപ്യൻ ഫെസ്റ്റിവൽ കാർഡുകളും ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങി. യാദവിന്റെ ഉയർന്ന തലത്തിലുള്ള ബന്ധങ്ങൾ കാരണം ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ കഴിഞ്ഞു. അങ്ങനെ പരിചയപ്പെട്ട ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നെ പശുപതിനാഥ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാന ശിവക്ഷേത്രമെന്ന് പറയപ്പെടുന്ന പശുപതിനാഥ ക്ഷേത്രം നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ ബാഗ്മതി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. പശുപതിനാഥ ഭാവത്തിലുള്ള ശിവനാണിവിടെ പ്രതിഷ്ഠ. കർണാടകത്തിൽ നിന്നുള്ള ഭട്ടബ്രാഹ്മണരാണ് ഈ ക്ഷേത്രത്തിലെ പൂജകളും കർമ്മങ്ങളും നിർവഹിക്കുന്നത്. വാസ്തുവിദ്യയുടെ മനോഹാരിത വിളിച്ചോതുന്ന നിർമ്മിതിയായ ഈ ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതാണ്. അമ്പലത്തിന്റെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ പരിചയപ്പെട്ടു. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത അമ്പലമാണത്. അകത്ത് കയറണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായി. ഞാനത് അവരോട് പറഞ്ഞില്ല. എന്റെ മനസ്സ് കണ്ടുവെന്നോണം അവരെന്നെ അമ്പലത്തിന്റെ അകത്തേക്ക് കയറ്റി. അവിടുത്തെ അന്തേവാസികൾക്കൊപ്പം ഭക്ഷണം കഴിപ്പിച്ചു. എന്റെ നേർക്ക് ദൃഷ്ടിദോഷങ്ങൾ ഇല്ലാതിരിക്കാനും പാക്കി ഗ്രൂപ്പിന്റെ എല്ലാ സ്റ്റാഫുകളുടെ ഐശ്വര്യത്തിനും വേണ്ടി അവർ ഒരു ആടിനെ ബലി കൊടുത്തു. ഒരു വലിയ അംഗീകാരമായി ഞാനതിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു. ഈ ക്ഷേത്ര പരിസരത്ത് ദഹിപ്പിച്ചാൽ എത്ര വലിയ പാപങ്ങൾ ചെയ്ത ആളാണെങ്കിൽ പോലും അടുത്ത ജന്മത്തിൽ അവർക്ക് മനുഷ്യനായി പുനർജനിക്കാമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ പ്രായമായ ആളുകൾ തങ്ങളുടെ ജീവിതത്തിന്റെ അവസാന നാളുകൾ ചെലവഴിക്കുവാനായി ഇവിടേക്ക് വരുന്നു. ഇവിടുത്തെ അന്തേവാസികൾക്കെല്ലാം ഒരേ രീതിയിലുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത്. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ല. അവിടുത്തെ അന്തേവാസികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിച്ചപ്പോൾ ഓരോരുത്തരുടെയും പേരും വിവരവും വായിക്കാനിടയായി. അതെന്നെ അത്ഭുതപ്പെടുത്തി. അവർ കിടക്കുന്ന ഇരുമ്പുകട്ടിലിലെ നെയിം ബോർഡിൽ അവരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മക്കളുടെ പേരും സ്ഥലവും കോണ്ടാക്ട് നമ്പറും ഒക്കെ ഉണ്ട്. വിദേശ രാജ്യങ്ങളുടെ പേരും അവിടുത്തെ നമ്പറുകളുമൊക്കെ കണ്ടു ചിലരുടെ വിവരങ്ങളിൽ. മക്കൾ അവിടെ ജോലി ചെയ്യുന്നവരോ സെറ്റിലായവരോ ആണ്. പലരെയും മരണശേഷം വിളിച്ചാൽ കിട്ടാറില്ലത്രേ. ചിലർ ശരീരം ദഹിപ്പിക്കാൻ പണം അയച്ചു കൊടുക്കും. ഈ മരണം കാത്തുകിടക്കുന്നവരിൽ പലരും സമൂഹത്തിലെ ഉയർന്ന സ്ഥാനങ്ങളിലിരുന്ന ആളുകളാണ്. അവരിൽ ഡോക്ടർമാരും റിട്ടയേർഡ് ജഡ്ജിമാരും അധ്യാപകരും വലിയ ബിസിനസ്സുകാരുമുണ്ട്. ഓർമ്മ നശിച്ചുപോയവരാണ് അവരിൽ ചിലർ. ഓർമ്മകൾ മാഞ്ഞുപോയതിനാൽ മക്കളോടും പ്രിയപ്പെട്ടവരോടും ഒന്നും പറയാനാവാത്തവർ. മരണപ്പെട്ട ശേഷം അവിടെ ദഹിപ്പിക്കാനായി ശരീരം കൊണ്ടുവരുന്നവരുമുണ്ട്. മൃതദേഹം ദഹിപ്പിക്കാൻ വേണ്ടിയുള്ള സംഭാവനകൾ എത്ര കൊടുത്താലും ട്രസ്റ്റ് സ്വീകരിക്കും. കാരണം ഒരു ശരീരം മറവ് ചെയ്യാൻ അന്ന് 4800 നേപ്പാളി റുപ്പീസിന്റെ മരം വേണം. അവിടെ മരണപ്പെടുന്നവരും മറ്റിടങ്ങളിൽ നിന്ന് മരണപ്പെട്ട് അവിടേക്ക് ദഹിപ്പിക്കാൻ കൊണ്ടുവരുന്നവരും ഉൾപ്പെടെ ഒരു ദിവസം 40 മുതൽ 80 വരെ മൃതശരീരങ്ങൾ ഉണ്ടാകും. അതിലൊരു 40% പേർക്ക് ദഹിപ്പിക്കാൻ പണമില്ലാത്തവരായിരിക്കും. മറ്റു ചിലർ വലിയ സ്വത്തുള്ളവരായിരിക്കാം. പക്ഷെ മക്കളെ വിളിച്ച് കിട്ടാത്തതിനാൽ മറ്റുള്ളവർ നൽകുന്ന സഹായം കൊണ്ടാണ് അവരെ ദഹിപ്പിക്കുന്നത്. ഇങ്ങനെ ജീവിതം പല വിചിത്ര കാഴ്ചകളും അവിടെ കാട്ടിത്തന്നു. 8 ശവശരീരങ്ങൾ മറവ് ചെയ്യാനുള്ള ചെറിയ സഹായം നൽകാൻ എനിക്ക് സാധിച്ചു. ജീവിതത്തിന്റെ നിസ്സാരതയും മരണമെന്ന സത്യവും മണക്കുന്ന ഒരിടമാണത്. മനുഷ്യജീവിതം എത്ര നിസ്സാരമാണെന്നും ഒടുവിൽ മരണം ജയിക്കുന്ന, ജീവിതവും മരണവും തമ്മിലുള്ള ഒരു സംവാദം മാത്രമാണ് ജീവിതമെന്നും അവിടം എന്നെ പഠിപ്പിച്ചു. 2 ഭാഗത്തുള്ള മലകൾക്കിടയിൽ വെള്ളമൊഴുകുന്നുണ്ട്. മഴയുള്ളപ്പോൾ കുത്തിയൊലിക്കുന്നു. 2 മലകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കൽപ്പാലമുണ്ട്. ഈ മലകളിലെ ചെറിയ ഗുഹകളിൽ ധ്യാനത്തിലിരിക്കുന്ന സന്യാസിമാരുണ്ട്. ആ ഭാഗത്തേക്കടുക്കുമ്പോൾ കഞ്ചാവിന്റെ മണം നിറയും. സന്താന സൗഭാഗ്യത്തിന് ദമ്പതികൾ ഈ സന്യാസിമാരുടെ അനുഗ്രഹം തേടാനെത്തുന്നു. അവർ കൊടുക്കുന്നതും അമ്പലത്തിലേക്ക് വരുന്ന മറ്റു ഭക്തർ എറിഞ്ഞുകൊടുക്കുന്ന ഭക്ഷണവും കഴിച്ചാണ് അവർ ജീവിക്കുന്നത്. എറിയുന്ന ഭക്ഷണം പലപ്പോഴും താഴേക്ക് വീഴും. കിട്ടിയത് മാത്രം ഭക്ഷിച്ചവർ ധ്യാനം തുടരുന്നു.
14 ദിവസം ഞാൻ നേപ്പാളിൽ താമസിച്ചു. തിരിച്ചുപോയി 7 മാസത്തിന് ശേഷം വീണ്ടും നേപ്പാളിലേക്ക് പോയി. പശ്മിനയ്ക്ക് വേറെ ഡിവിഷൻ ഉണ്ടാക്കി. നോൺ അലർജിക്കായ ഓർഗാനിക് കളർ ഡൈ സിസ്റ്റം അവിടെ കൊണ്ടുവന്നു. ഇലകളിൽ നിന്നും നാരുകളിൽ നിന്നും മറ്റും ഓർഗാനിക്കായി കളർ ഉണ്ടാക്കി സ്ത്രീകൾ അവരുടെ വീട്ടിൽ നിന്നും കളർ ഡൈ ചെയ്തുകൊണ്ടുവരുന്ന രീതി ഉണ്ടാക്കി. പല കാരണങ്ങൾ കൊണ്ട് യൂണിറ്റിലേക്ക് വരാൻ സാധിക്കാത്ത സ്ത്രീകൾക്ക് അതൊരു വരുമാന മാർഗമായി. ഡിജിറ്റൽ അല്ലാത്ത ഹാൻഡ് മെയ്ഡ് നിറക്കൂട്ടുകളായതിനാൽ ഓരോ വീടും ഓരോ യൂണിറ്റ് എന്ന രീതിയിലേക്ക് മാറി. ഓരോ നിറങ്ങൾക്കും വകഭേദങ്ങൾ ഉണ്ടാക്കി. ഉദാഹരണത്തിന് ബേബി പിങ്ക്, സ്കൈ പിങ്ക്, സീ പിങ്ക്, ബബിൾഗം പിങ്ക്, എക്കോ പിങ്ക് തുടങ്ങി പിങ്ക് നിറത്തിൽ തന്നെ 13 തരം പിങ്കുകൾ ഉണ്ടാക്കി. അങ്ങനെ ഓരോ നിറങ്ങളിലും പല വ്യത്യസ്തതകളിലായി 432ഓളം കളറുകളിൽ പശ്മിനകൾ ഉണ്ടാക്കി. അതിൽ വാല്യൂ ആഡ് ചെയ്യാൻ ബീഡ്സ് വർക്കും എംബ്രോയിഡറി വർക്കും ചെയ്തു. അതിലൂടെ കൂടുതൽ പേർക്ക് ജോലി നൽകാനായി. ഓരോ കളറുകൾക്കും കാറ്റലോഗുകൾ ഉണ്ടാക്കി. പാക്കി കളക്ഷൻസ് എന്ന ബ്രാൻഡ് കൂടാതെ തെപ്സ കളക്ഷൻ എന്ന പേരിൽ ബ്രാൻഡ് ഉണ്ടാക്കി ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പശ്മിന എത്തിച്ചു. എയർ ഹോസ്റ്റസ്, എയർ ക്രൂമാർക്കും അധ്യാപകന്മാർക്കും പശ്മിന ഗിഫ്റ്റായി കൊടുത്തു. അവരിൽ ചിലർ അവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോകാൻ കൂടുതൽ ഷോളുകൾ ആവശ്യപ്പെട്ടപ്പോൾ ചെറിയ ലാഭത്തിന് പശ്മിന അവർക്ക് കൊടുക്കുകയും അവർക്കത് കൊണ്ടുപോയി വിൽക്കാനുള്ള സഹായങ്ങളും സംവിധാനങ്ങളും ചെയ്തു കൊടുത്തു. പലർക്കും അതൊരു വരുമാന മാർഗമായി. നേപ്പാളിൽ ഒരു കൾച്ചറൽ ഷോ സംഘടിപ്പിച്ചു. പലർക്കും അവരുടെ കഴിവുകളും കരവിരുതുകളും പ്രകടിപ്പിക്കുവാനും കലാപരിപാടികൾ അവതരിപ്പിക്കുവാനുമുള്ള അവസരം അതിലൂടെ ലഭിച്ചു. വലിയ ലാഭമെന്നതിനപ്പുറം മാനസികമായ സന്തോഷമാണ് എനിക്കുണ്ടായത്. വീടിനും നാടിനും മാത്രമല്ല, നമ്മുടെ മനസ്സിലും സ്നേഹം കൊണ്ട് കാവൽ നിൽക്കുന്നവരാണ് നേപ്പാളിലെ മനുഷ്യരെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഒരു വിരോധാഭാസം എന്ന വണ്ണം നേപ്പാളിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ രക്തരൂക്ഷിതവും ഭയാശങ്കകൾ നിറഞ്ഞതുമായ 2 സംഭവ വികാസങ്ങൾ നടക്കുമ്പോൾ ഞാൻ നേപ്പാളിലുണ്ടായിരുന്നു. ഒന്ന് രാജകുടുംബത്തിലെ അംഗങ്ങളെ കൊന്ന സംഭവവും മറ്റൊന്ന് പട്ടാള അട്ടിമറി നടന്ന സംഭവവും. നേപ്പാളിലെ ചിറ്റുവാൻ ഏരിയയിൽ ഹാൻഡിക്രാഫ്റ്റ് യൂണിറ്റുകൾ ഉണ്ടാക്കി. അവിടെ ഹൈന്ദവ പുരാണ അവതാരങ്ങളുടെ രൂപങ്ങൾ ഉണ്ടാക്കുന്നു. കാളിയും തലയിൽ കൊമ്പും ഉണ്ടക്കണ്ണുകളുമുള്ള മുഖംമൂടികളും മറ്റും. ഒരു ദിവസം 500 നേപ്പാളി രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ചെറിയ യൂണിറ്റുകൾ. ഇതെല്ലാം നോക്കി നടത്തുന്നത് വയസ്സനായ എന്നാൽ ആരോഗ്യവാനായ ഒരു റിട്ടയേർഡ് മിലിറ്ററിക്കാരനാണ്. പരിചയപ്പെട്ട കാലത്ത് അദ്ദേഹത്തിന്റെ നീളൻ പേര് പറയാനുള്ള ബുദ്ധിമുട്ട് കാരണം എന്താണ് വിളിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബഹദൂർ. ആ പേര് ഒരു ഗൂർഖയുടെ നീണ്ട വിസിലടിയുമായി എന്റെ ബാല്യത്തിലെ തലശ്ശേരിയിലെ വീട്ടിന്റെ മുന്നിലെ ഇടവഴിയിൽ ചെന്ന് നിന്നു. തലശ്ശേരിയിൽ ഞങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന ഗൂർഖയെ ഞങ്ങൾ വിളിച്ചിരുന്നത് ബഹദൂർ സാബ് എന്നായിരുന്നു. നല്ല വെളുത്ത സുന്ദരനായ ഒരു മനുഷ്യൻ. ഗൂർഖകൾ രാത്രികാലങ്ങളിൽ നമ്മുടെ വീടുകൾക്ക് കാവൽ നിൽക്കുന്നുണ്ടെന്നറിയിക്കാൻ കയ്യിലുള്ള ലാത്തി പോലുള്ള വടികൊണ്ട് മതിലിലോ വീടിന്റെ ഗേറ്റിലോ 2 അടി അടിക്കും. സംശയാസ്പദമായ രീതിയിൽ ആരെയെങ്കിലും കണ്ടാൽ നിർത്താതെ നീട്ടി വിസിലടിക്കും. ഗൂർഖകൾ കാവലുള്ളപ്പോൾ ആളുകൾ സുഖമായി ഉറങ്ങും. അവരുടെ അരയിലുള്ള ഗൂർഖ കത്തി കുട്ടികളുടെ പേടി സ്വപ്നമാണ്. അത് പുറത്തെടുത്താൽ ചോര കാണാതെ തിരിച്ചുറയിലിടില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്. ബഹദൂർ സാബിന്റെ ലാത്തിയടിയുടെ ശബ്ദം കേട്ടാൽ മാമി, ഉമ്മ എണീക്കും. തഹജുദ് നിസ്കരിക്കാൻ സമയമായി എന്നതിന്റെ അടയാളമാണത്. പ്രഭാത നിസ്കാരത്തിന് മുന്നേ ഉള്ള പ്രത്യേക നിസ്കാരമാണ് തഹജുദ്. എന്റെ ഓർമ്മ വച്ച കാലം മുതൽ മാമി തഹജുദ് നിസ്കരിക്കും. ഗൾഫുകാരുടെ വീടുകൾ കൂടിയപ്പോൾ ഗൂർഖകൾ അതിനെല്ലാം കാവലായി നടന്നു. പക്ഷേ കാലം അവരെയും മായ്ച്ചു കളഞ്ഞു. ആളുകൾ പതിയെ CC ക്യാമറയിലേക്ക് മാറി. ഗൂർഖകളെ നമ്മൾ കാണാതെയായി. ജീവിതത്തിൽ മറ്റൊരു ബഹദൂറിനെ കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, അതും നേപ്പാളിൽ നിന്ന് തന്നെ. ഇതൊക്കെയാണ് ജീവിതം നമുക്ക് തരുന്ന ചില ആകസ്മികതകൾ. ഞാൻ അതിനെ ആസ്വദിക്കുന്നു. ഇത്തരം ആകസ്മികതകളുടെ ആകെത്തുകയാണല്ലോ നിസ്സാരമായ നമ്മുടെ ഈ ജീവിതം. ബഹദൂർ ചൈനീസ്, ഹിന്ദി, നേപ്പാളി ഭാഷകൾ എഴുതുകയും സംസാരിക്കുകയും ചെയ്യും. നല്ല നേതൃഗുണമുള്ള ആളുമാണ്. അദ്ദേഹം എനിക്ക് പല കാര്യങ്ങളും പഠിപ്പിച്ചു തന്നു. ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന തോണിയിൽ നദിയിലൂടെ നമുക്കൊരുപാട് ദൂരത്തേക്ക് പോകാൻ കഴിയും. നമുക്കരികിലൂടെ മുതലകൾ പോകുന്നുണ്ടാകും. നമ്മൾ തോണിയുമായി നമ്മുടെ വഴിക്ക് പോകും. അങ്ങനെ തുഴഞ്ഞു പോകാൻ പഠിപ്പിച്ചതും കാര്യങ്ങൾ പറഞ്ഞു തന്നതും ബഹദൂറാണ്. ഈ യാത്രയിൽ കാണുന്ന കാഴ്ചകൾ നമ്മെ അമ്പരപ്പിക്കും. മലകളുടെ നാട് എന്ന് മാത്രം നമുക്കറിയാവുന്ന നേപ്പാളിന്റെ സൗന്ദര്യം ഇവിടെ കാണാം. മലകൾക്കിടയിലൂടെ ലാസ്യവതിയായി ഒഴുകുന്ന നദി. ആദ്യമൊക്കെ ചെറിയ ഭയം നദിയിലൂടെ ഒറ്റയ്ക്ക് മുതലകളെ കടന്ന് തോണിയിൽ തുഴഞ്ഞു പോകുമ്പോൾ ഉണ്ടായെങ്കിലും പിന്നീടതൊരു ഹരമായി.
ഭയത്തിന്റെ അപ്പുറത്താണ് വിജയം ഇരിക്കുന്നത് എന്നതാണ് സത്യം. മാറി നിൽക്കലല്ല, ചെയ്തു നോക്കുക എന്നതാണല്ലോ ജീവിത വിജയത്തിന്റെ ആദ്യപടി. ചിറ്റുവാനിന്റെ സതേൺ ഭാഗത്ത് മലഞ്ചെരിവിൽ നിന്ന് ലഭിക്കുന്ന പോളി ക്ലേ കൊണ്ടുണ്ടാക്കുന്ന നേപ്പാളിലെ സംസ്കാരം വിളിച്ചോതുന്ന പരമ്പരാഗതമായ ഗൂർഖകളുടെയും മറ്റും കുഞ്ഞു രൂപങ്ങളുണ്ട്. ബ്രൗൺ നിറമുള്ള ഈ കുഞ്ഞു രൂപങ്ങൾക്ക് നല്ല ഭാരവും മണ്ണിന്റെ പ്രത്യേകതകൾ കൊണ്ട് തണുപ്പുമുണ്ടാകും. ഒരു വെള്ളിയാഴ്ച ദിവസം രാവിലെയാണ് ഞാനും ബഹദൂറും ബസ്സിൽ അങ്ങോട്ടേക്ക് തിരിക്കുന്നത്. ഒരു ചെറിയ ബസ് അതിന്റെ കപ്പാസിറ്റിയേക്കാളും 3 ഇരട്ടി ആളുകളെയും നിറച്ച് മഞ്ഞുമൂടിയ മലഞ്ചെരിവിലൂടെ രാവിലെ 5:30 യാത്ര തുടങ്ങി. യാത്ര പകുതിയായപ്പോഴേക്കും ബസ്സിന്റെ ആക്സിൽ പൊട്ടി. യാത്ര തുടരാൻ വേറെ വഴിയില്ല. യാത്രക്കാർക്കൊപ്പം ഞാനും ബഹദൂറും പുറത്തിറങ്ങി. ആ വഴിയിലൂടെ മുന്നോട്ട് നടന്നു. കുറച്ച് നടന്നപ്പോൾ ഒരു ചെറിയ കടയും മുന്നിൽ 2-3 മോട്ടോർ സൈക്കിളും സംസാരിച്ചു നിൽക്കുന്ന കുറച്ച് ആളുകളെയും കണ്ടു. അവിടെ വെച്ച് അക്കൂട്ടത്തിൽ ബുദ്ധന്മാരുടെ രീതിയിൽ വസ്ത്രം ധരിച്ച ഒരാളെ പരിചയപ്പെട്ടു. റാണ ഗോവിന്ദ്. ഒരു ബുദ്ധിസ്റ്റ് സ്പിരിച്വൽ ഓർഗനൈസേഷന്റെ അഡ്മിനിസ്ട്രേഷനിലുള്ളയാളാണ് അദ്ദേഹം. റാണയോട് സംസാരിക്കാൻ ബഹദൂറും ഒപ്പം ചേർന്നു. ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലവും ആവശ്യവും പറഞ്ഞു. ഞങ്ങൾക്ക് പോകേണ്ടതിന്റെ എതിർഭാഗത്തേക്കാണ് റാണയ്ക്ക് പോകേണ്ടത് എന്ന് സംസാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. വെള്ളിയാഴ്ചയായതിനാൽ അടുത്തെവിടെയെങ്കിലും പള്ളി ഉണ്ടെങ്കിൽ പറയാമോ എന്ന് ഞാൻ ചോദിച്ചു. ബസ്സിൽ വന്നവരോടും മറ്റും അന്വേഷിച്ച് അവസാനം പള്ളിയുള്ള സ്ഥലം മനസ്സിലായി. രുബന്ദേഹി ജില്ലയിലെ ഭൈരവ എന്ന സ്ഥലത്തുള്ള റഹ്മാനിയ മസ്ജിദ്. ഞാൻ കരുതിയിരുന്നത് ഒരു 10-20 കിലോമീറ്റർ ദൂരമേ പള്ളിയിലേക്കുള്ളൂ എന്നാണ്. പക്ഷെ 53ഓളം കിലോമീറ്റർ ഉണ്ടായിരുന്നു പള്ളിയിലേക്ക്. പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് റാണ മോട്ടോർ സൈക്കിളിൽ കൊണ്ട് വിടാമെന്ന് പറഞ്ഞു. വളരെ ദൂരമല്ലേ എന്ന എന്റെ ചോദ്യം അവഗണിച്ച് എന്നെ പള്ളിയിൽ എത്തിക്കണമെന്ന വലിയ ആഗ്രഹത്തോടെ റാണ പഴയ മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ 3 പേർ യാത്ര തിരിച്ചു. ജീവിതത്തിലെ മറക്കാനാവാത്ത യാത്രയായിരുന്നു അത്. എനിക്കിരിക്കാൻ സൗകര്യം കിട്ടാനായി എന്റെ കയ്യിലുള്ള പാസ്പോർട്ടും മറ്റ് യാത്രാരേഖകളും പണവും സൂക്ഷിക്കുന്ന സോഫ്റ്റ് ബാഗ് അദ്ദേഹം വാങ്ങി കഴുത്തിലിട്ടിട്ട് പെട്രോൾ ടാങ്കിന്റെ മുകളിൽ വെച്ച് അതിന്റെ മുകളിലിരുന്നാണ് റാണ വണ്ടി ഓടിച്ചത്. താങ്ങാവുന്നതിലും കൂടുതൽ ഭാരം താങ്ങി റാണയുടെ വണ്ടി കിതച്ച് മുന്നോട്ട് നീങ്ങി. ഞാനും ബഹദൂറും സീറ്റിൽ അള്ളിപ്പിടിച്ചിരുന്നു. പോകും വഴിയിൽ ഹാൻഡിക്രാഫ്റ്റുകൾ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിർത്തുകയും ഞാൻ വേണ്ട സാധനങ്ങൾക്ക് ഓർഡർ നൽകുകയും ചെയ്തു. അവിടെ നിന്നും പിന്നെയും പോയി അതിസാഹസികമായ ആ യാത്രയ്ക്കൊടുവിൽ എന്നെ പള്ളിയിലെത്തിച്ചു. എന്റെ സോഫ്റ്റ് ബാഗ് അവരെ ഏൽപ്പിച്ച് ഞാൻ നിസ്കാരത്തിന് കയറി. ഞാൻ വരും വരെ അവരെന്നെ കാത്തുനിന്നു. ആ യാത്ര ഞങ്ങളെ മാനസികമായി ഒരുപാട് അടുപ്പിച്ചു. എന്നെ അദ്ദേഹം കാഠ്മണ്ഡുവിലേക്ക് ക്ഷണിച്ചു. തിരിച്ച് ബസ്സിൽ പോയിക്കോളാമെന്ന് പറഞ്ഞ് പരസ്പരം നമ്പറുകൾ കൈമാറി റാണയെ ഞങ്ങൾ യാത്രയാക്കി. യാത്ര പറഞ്ഞ് വണ്ടി ഓടിച്ചു പോകുന്ന റാണയെ ഞങ്ങൾ കണ്ണിൽ നിന്ന് മറയും വരെ നോക്കി നിന്നു. മനുഷ്യർക്ക് മുന്നിൽ മതങ്ങൾ ചുരുങ്ങിപ്പോകുന്ന മാനവികതയുടെ വലിയ സ്നേഹത്തിന് ഞാനന്ന് സാക്ഷിയായി. അദ്ദേഹത്തിന്റെ ബുദ്ധിസ്റ്റ് സ്പിരിച്വൽ കൂട്ടായ്മ വളരെ ഓർഗനൈസ്ഡ് ആണ്. അവർ വഴി ഇപ്പോൾ ബുദ്ധപ്രതിമകളും ഹാൻഡിക്രാഫ്റ്റുകളും മറ്റും വാങ്ങുന്നുണ്ട്. പശ്മിനയ്ക്ക് വേണ്ടിയുള്ള ഡാഗയ്ക്ക് അഥവാ നൂലിന് ക്ഷാമം വന്നപ്പോൾ മംഗോളിയയിൽ നിന്നും ചൈനയിൽ നിന്നും അവർ നൂലെത്തിച്ചു തരികയുണ്ടായി. അവിടെയും യൂണിറ്റുകളുണ്ടായി. അതെല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിനൊപ്പം ബുദ്ധവിഹാരത്തിൽ 1000 പടികൾ കയറി പ്രാർത്ഥനയ്ക്ക് പോയതും ഒരു അനുഭവമായിരുന്നു. എല്ലാ പാപങ്ങളും കഴുകിക്കളയാനും കാര്യസാധ്യങ്ങൾക്കുമാണ് അവിടെ പോകുന്നത്. മുകളിൽ കയറിയാൽ വിളക്ക് കൊളുത്താനുള്ള ഇടമുണ്ട്. ഞാൻ അവിടെ 100-ലധികം വിളക്ക് കത്തിച്ചു. ബുദ്ധനെ ഉണർത്താൻ കൈകൊണ്ട് ഒരുപാട് മണികളടിക്കുകയും ചെയ്തു. നമ്മുടെ ബോധമുണർത്താനും ജീവിതത്തിൽ വെളിച്ചം വരാനുമാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. എനിക്ക് വളരെ ബഹുമാനവും ഇഷ്ടവുമുള്ള ഒരു ദർശനമാണ് ബൗദ്ധദർശനം. കാരണം മനുഷ്യജീവിതത്തിൽ ദുഃഖങ്ങൾക്ക് കാരണമെന്ത്, അവയ്ക്കെന്തു പരിഹാരമുണ്ട് എന്നുള്ള അന്വേഷണങ്ങൾക്കൊടുവിൽ ഗൗതമബുദ്ധന് ലഭിച്ച ജ്ഞാനദർശനങ്ങളാണ് ഈ ദർശനത്തിന്റെ ആത്മാവ്. മനസ്സിലേക്ക് വന്നത് ശ്രീലങ്കയിലെ കാൻഡിയിലെ ഒരു ബുദ്ധപ്രതിമയ്ക്കടിയിൽ എഴുതിവെച്ച വാചകങ്ങളാണ്. നിനക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെന്തോ അതാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ദുഃഖം തരുന്നത്. ജീവിതം നശ്വരമാണ്. എങ്കിലും നമ്മൾ പലതിനെയും ഏറെ ആഴത്തിൽ സ്നേഹിക്കുന്നു. അത് നഷ്ടമാകുമ്പോൾ അത്രയേറെ വേദനിക്കുന്നു. വലിയ വരുമാനം ഈ യൂണിറ്റുകൾ വഴി വരുന്നില്ലെങ്കിലും അവിടെ ഉണ്ടായിട്ടുള്ള വലിയ കൂട്ടായ്മയിൽ ഒരുപാട് മനുഷ്യരുടെ ജീവിതമുണ്ട്. ആ ഭാഗങ്ങളിൽ ലഭിക്കുന്ന റോ മെറ്റീരിയലുകൾ ഉപയോഗിച്ചാണ് അവയെല്ലാം ഉണ്ടാക്കുന്നത്. അങ്ങനെ നേപ്പാളിലെ മലമുകളിലും മലമടക്കുകളിലും ഉണ്ടാക്കിയ ഹാൻഡിക്രാഫ്റ്റുകളും പശ്മിന ഷോളുകളും ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു.
അതിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം വരുമാനങ്ങൾക്കും ലാഭങ്ങൾക്കും അപ്പുറമാണ്. ഓരോ വഴികളിലേക്കും നമ്മൾ അറിയാതെ എത്തുകയാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. നമ്മൾ കാരണം മറ്റുള്ളവർ സന്തോഷിക്കുമ്പോൾ അത് ദൈവികമെന്ന് ഞാൻ കരുതുന്നു. സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ബിസിനസ് മോഡലാണ് ഞങ്ങളുടേത് എന്നതിൻ്റെ അടിസ്ഥാനവും മറ്റൊന്നല്ല. ഈ കുറിപ്പ് എഴുതാനിരിക്കുമ്പോൾ ഞാൻ യാദവിനെ വിളിച്ചു. നിന്റെ കഥ എഴുതാൻ പോകുന്നു എന്ന് പറഞ്ഞു. അവരൊക്കെയാണല്ലോ എൻ്റെ ബലം. ലോകത്തെമ്പാടുമുള്ള യൂണിറ്റുകളിലും ഔട്ട്ലെറ്റുകളിലും ജോലി ചെയ്യുന്ന ഈ മനുഷ്യർ തന്നെയാണ് പാക്കി ഗ്രൂപ്പിന്റെ വിജയത്തിന്റെ അവകാശികൾ. സ്റ്റാർബുക്സിന്റെ ചെയർമാനും സിഇഒയുമായിരുന്ന ഹവാൾഡ് ഷുൾസ് പറഞ്ഞ വിജയം ഏറ്റവും മനോഹരമാകുന്നത് അത് പങ്കുവയ്ക്കുമ്പോഴാണ് എന്ന വാചകമാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്.